പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അടിച്ചു വാരാനും അതുപോലെ തന്നെ മുറ്റം അടിച്ചു വാരാനൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് പുറത്തു നിന്നൊന്നും ചൂല് വാങ്ങാതെ തെങ്ങിൻ്റെ ഓല വെച്ച് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ അടിപൊളിയായിട്ട് എങ്ങനെയാണ് ചൂലുണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓല ഈർന്ന ആദ്യം തന്നെ നമുക്ക് അടിച്ചു വാരാം, പിന്നെ ഒന്ന് ചെറുതായി കഴിയുമ്പോൾ മുറ്റം അടിച്ചു വാരാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതൊക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, പിന്നെ അറിഞ്ഞിട്ടും കടയിൽ നിന്നൊക്കെ തന്നെ ചൂല് വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊരു 3-4 തെങ്ങുണ്ട് കേട്ടോ. തേങ്ങടാൻ വേണ്ടിയിട്ട് ആൾ വന്നിരുന്നു. അപ്പോൾ അവരോട് ഞാൻ കുറച്ച് മൂത്ത ഓലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ഓലയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ചൂലുണ്ടാക്കിയെടുക്കാം. പലരും പല രീതിയിലായിരിക്കും കേട്ടോ ചൂലൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓലയൊക്കെ മുറ്റത്തേക്ക് മാറ്റിയതിന് ശേഷം ഓലയുടെ 2 തലയൊന്ന് കട്ട് ചെയ്ത് കളയാണ്. തലഭാഗത്തും വാൽഭാഗത്തും ആയിട്ടുള്ള ഓല വളരെ നൈസും ചെറുതും ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആദ്യം അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത്രയും ഭാരം നമുക്ക് കുറഞ്ഞു കിട്ടും. 2 തലയൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ ഓലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈർന്നെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. പലരും പല രീതിയിലായിരിക്കില്ലേ ഓലയൊക്കെ ഈർന്നെടുക്കുന്നത്. ചിലർ മുടഞ്ഞൊക്കെ എടുക്കാറുണ്ട്. ഞാനെപ്പോഴും ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറുള്ളത്. എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ഒരു സൈഡിലെ ഓല ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ മറുഭാഗവും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഒരു 3 ഓലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 3 ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈർന്നെടുക്കാം. ഓരോ ഓലയെടുത്ത് അതിൻ്റെ 1/4 ഭാഗം വെച്ചൊന്ന് ഈർന്നെടുക്കുന്നുണ്ട്. ഈർക്കിളിയിൽ നിന്ന് നല്ലതുപോലെ ഓലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കി വെച്ചിരുന്ന ആ മറുഭാഗത്തെ ഓലയുണ്ടല്ലോ അതിതുപോലെ ഒന്ന് ഈർന്ന് കളഞ്ഞാൽ മതി. ഞാനിതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. എനിക്കിതാണ് എളുപ്പം തോന്നിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ ഓലയും ഞാനിതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പണിയുമാണ്. കുറച്ച് സമയമൊന്ന് മാറ്റി വെച്ച് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഏത് പണിയും നമുക്ക് എളുപ്പമായിരിക്കും. എനിക്ക് ഇതുപോലത്തെ ജോലികളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ചൂലുണ്ടാക്കി എടുക്കാറുള്ളത്. കടയിൽ നിന്ന് വാങ്ങിക്കാറേ ഇല്ല. വീടിനുള്ളിലെ മാറാല തട്ടിയെടുക്കാനാണെങ്കിലൊക്കെ ഈ ഒരു ഈർക്കിളി ചൂല് കൊണ്ട് നല്ല എളുപ്പമാണ്. നല്ലതുപോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അങ്ങനെ എല്ലാ ഓലയും ഞാൻ ഈർന്നെടുത്തിട്ടുണ്ട്. ഒരു 2 ചൂലിനുള്ള ഈർക്കിളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി 2ആയി ഭാഗിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കെട്ടി നമുക്ക് ആദ്യം അടിച്ചു വരാം. അതിന് ശേഷം ഒന്ന് ചെറുതായി കഴിയുമ്പോഴാണ് പിന്നെ ഞാൻ മുറ്റടിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.